ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ വീണ്ടും ഒരു പുതിയ വിഷയമായിട്ട് വന്നേക്കാണ്. ഇന്നത്തെ നമ്മുടെ മെയിൻ വിഷയം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ കൺസേൺ ആയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹൈജീൻ എന്നുള്ളൊരു കാര്യമായിരിക്കും അല്ലേ, വൃത്തി. ഈ ഒരു കാര്യത്തിലായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ കൺസേൺ. അതെന്ന് പറയുമ്പോൾ നമ്മളൊന്ന് കുളിച്ച് കഴിഞ്ഞാൽ പോലും നമുക്ക് ഇതായിരിക്കും, നമ്മൾ വൃത്തിയിൽ കുളിച്ചാൽ മേത്തെ ചെളിയൊക്കെ പോയോ. എന്നാൽ ഈ കുളിയും മേലത്തെ ചെളി പോലും മാത്രമല്ല കേട്ടോ ഹൈജീനിന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈവൻ ഒരു പീരിയഡ്സിൻ്റെ ടൈമിൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഹൈജീൻ പരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം ഞാൻ പീരിയഡ്സ് എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലാവില്ല, പെൺകുട്ടികൾ കുറച്ചും കൂടി ഇതാക്കണം, നമ്മൾ വിയർപ്പും ആ കാര്യങ്ങളും ഈ കാര്യങ്ങളും അങ്ങനെ കുറച്ച് ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാൻ പോണത് നമ്മൾ വിട്ടു പോണ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ കുളിക്കും, മേല് കഴുകും, അതൊക്കെ ചെയ്യും, എന്നാലും അതിൽ മൈന്യൂട്ടായിട്ട് വിട്ടു പോകുന്ന കുറച്ച് കാര്യങ്ങളും, ഒപ്പം തന്നെ എല്ലാ പെൺകുട്ടികളുടെയും കയ്യിൽ മസ്റ്റ് ഹാവ് പ്രോഡക്ട്സ് എന്നൊക്കെ പറയില്ല, ഹൈജീൻ പ്രോഡക്ട്സ്. അങ്ങനെ കുറച്ച് ലിസ്റ്റ് ഓഫ് ഹൈജീൻ പ്രോഡക്ട്സ് ആണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, നമ്മൾ മേലൊക്കെ നല്ലപോലെ തേച്ചൊരച്ച് കഴുകും. പക്ഷേ ഒരു കാര്യം നമ്മൾ വിട്ട് കളയുന്നത് എന്താണെന്നറിയോ? പൊക്കിൾ, നമ്മുടെ ബെല്ലി ബട്ടൺ പൊക്കിൾ നമ്മൾ ക്ലീനാക്കാൻ മറക്കും പലവരും അല്ലേ. ജസ്റ്റ് മേല് നമ്മൾ ബോഡി ഷവർ ജെല്ലൊക്കെ ഇട്ടിട്ട് കഴുകി വൃത്തിയാക്കി വരും. പക്ഷേ ഈ ബെല്ലി ബട്ടനും കൂടി നമ്മൾ ഒപ്പം ക്ലീൻ ചെയ്യണം. എങ്ങനെ ക്ലീൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ യൂസ് ചെയ്യുന്ന ഷവർ ജെല്ല് എന്ന് വെച്ചാൽ ബോഡി വാഷ്, ഏത് ഷവർ ജെല്ലാണ്? ബോഡി വൈസിൻ്റെ അടിപൊളി ഷവർ ജെല്ലാണ്. ഞാൻ യൂസ് ചെയ്യുന്നതായതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഏതെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്ന ഷവർ ജെല്ല് എടുക്കുക. എന്നിട്ട് ഒരു ടവല്, നമ്മൾ കുളിക്കാൻ വേണ്ടി മാത്രം, ലൂഫിനേക്കാളും ഏറ്റവും നല്ലത് നല്ലൊരു കോട്ടൻ്റെ ക്ലോത്താണ് വെക്കുന്നത് നമുക്ക് റബ്ബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ആ ബോഡി വാഷ് നമ്മുടെ പൊക്കിളിട്ടിട്ട് നന്നായിട്ട് എന്ത് വേണം, ഈ തുണി കൊണ്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം. പൊക്കിൾ നന്നായിട്ട് വൃത്തിയാക്കണം. ഇങ്ങനെ നമ്മൾ എന്നും കുളിക്കുമ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പൊക്കിളിൻ്റെ ഉള്ളിൽ വൃത്തിയാവും. കാരണം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, പൊക്കിളിൻ്റെ ഉള്ളിൽ ചെളി പെട്ടെന്ന് അടങ്ങിയിരിക്കുന്ന സ്ഥലമാണ്. ഓക്കെ, ചെളി ഡിപ്പോസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ വൃത്തിയാക്കി കഴിഞ്ഞാൽ ചെളിയൊക്കെ പോവും, നല്ല വൃത്തിയാവും. അത് കഴിഞ്ഞിട്ട് നെയ്യ്, നല്ല ശുദ്ധമായ നെയ്യ്, ഗീ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല സ്മൂത്താവും, നല്ല വൃത്തിയിലിരിക്കും. ഈ നെയ്യ് ചുണ്ടിനൊക്കെ നല്ലതാട്ടോ. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഹൈജീൻ ടിപ്പ്. രണ്ടാമത്തെ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു സ്ഥലം എന്താണെന്നറിയോ? ഈ സ്ഥലം, നമ്മൾ ഈ മടക്കുന്ന സ്ഥലത്ത് ഇവിടെ ഭയങ്കരമായിട്ട് ചെളി അടിഞ്ഞു കൂടുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ ഇത് നമ്മൾ പലവരും ഇവിടെ നമ്മൾ വൃത്തിയാക്കാൻ മറക്കും. ഇവിടെയും ഇതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ബോഡി വാഷ് എടുത്തിട്ട് ഇതേപോലെ തുണിയെടുത്ത് നന്നായിട്ട് ഉരച്ച് കഴുകുക കേട്ടോ നമ്മൾ കുളിക്കുന്ന സമയത്ത്. ഇത് നമ്മുടെ ഒരു ഹൈജീൻ്റെ ഒരു പാർട്ടാക്കേണ്ട കാര്യമാണ്. ഇനി അടുത്തതെന്ന് പറയണത് നമ്മളുടെ പീരിയഡ്സ് ആയിട്ട് നമ്മുടെ അണ്ടർവെയർ ഗാർമെൻറ്റ്സ് നമ്മൾ കഴുകാടുമല്ലോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് കുറേ പേർക്ക് നേരെ ഞാൻ മിക്കവരെയും കണ്ടിട്ടുണ്ട്. പീരിയഡ്സ് ആയി നമ്മുടെ അണ്ടർവെയർ നേരെ എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ കഴുകാനിടുക, അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിലിടുക. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മുടെ പാൻറ്റീസ് മാത്രം മാറ്റി വെച്ചിട്ട്, ഈ പീരിയഡ്സിൻ്റെ ടൈമിൽ പാൻറ്റീസ് മാത്രം മാറ്റി വെച്ചിട്ട് ഒരു ബക്കറ്റ് ഇളം ചൂട് വെള്ളത്തിൽ നമ്മുടെ വാഷിംഗ് പൗഡർ, നിങ്ങൾ യൂസ് ചെയ്യുന്ന വാഷിംഗ് പൗഡർ ഏതാണോ അത് 2 സ്പൂൺ ഇടുക. അതിൻ്റെ ഒപ്പം 1 സ്പൂൺ ഡെറ്റോളും കൂടി ഒഴിച്ചിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഈ പാൻറ്റീസ് ഒരു 10 മിനിറ്റോ അരമണിക്കൂറോ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. ഫസ്റ്റ് മുക്കി വെക്കണം. അത് കഴിഞ്ഞിട്ട് കൈ കൊണ്ട് നന്നായിട്ട് വാഷ് ചെയ്യുക. സ്റ്റെയിൻ പോകുന്നവരെ നന്നായിട്ട് വാഷ് ചെയ്യുക. ഒരു അരമണിക്കൂർ തന്നെ വെള്ളത്തിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റെയിൻ പോവും. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം വെയിലത്ത് ഉണക്കാനിടണം. ഓക്കെ, ഒരിക്കലും വീടിൻ്റെ ഉള്ളിൽ നമ്മുടെ സൺലൈറ്റ് കിട്ടി തന്നെ ഉണങ്ങണം, അല്ലെങ്കിൽ ഇതിൽ അണുക്കളും ബാക്ടീരിയസൊക്കെ അതുപോലെ തന്നെ നിൽക്കും. ഇത് ഹൈജീൻ നമ്മൾ സൂക്ഷിക്കേണ്ട അടുത്തൊരു മെയിൻ കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഹൈജീൻ പരമായിട്ട്. പിന്നെ ചെവിയുടെ ഈ ഭാഗം ഉണ്ടല്ലോ, പിൻഭാഗം, ഇവിടെയും നമ്മൾ ഇതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തുണി കൊണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഓക്കെ, നമ്മുടെ ബോഡി വാഷ് ചെയ്താണ് യൂസ് ചെയ്യുന്നത്, ഈ ഒരു ഭാഗത്താക്കണം. ഇവിടെയൊക്കെയാണ് നമ്മളുടെ ചെളി അടിഞ്ഞു കൂടുന്ന കുറച്ച് വിട്ടുപോകുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് മസ്റ്റ് ഹാവ് പ്രോഡക്ട്സ് ആട്ടോ എന്ന് പറയുന്നത്. ഈ സാധനങ്ങളൊക്കെ നമ്മളെ കയ്യിലുണ്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. ഇതൊക്കെ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ സാധനങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേർത്താന്ന് തോന്നിക്കുന്ന കുറച്ച് സാധനങ്ങൾ. അതിലൊന്നാണ് ഇവിടെ പോയി യെസ് ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് മതിയായിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ച് എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ല. മെൻസ്ട്രൽ കപ്പ്. നിങ്ങളുടെ പീരിയഡ്സിൻ്റെ ടൈമിൽ എന്തുകൊണ്ടും സാനിറ്ററി പാഡിനേക്കാളും ഏറ്റവും നല്ലത് മെൻസ്ട്രൽ കപ്പാണ്. എന്ന് വെച്ചാൽ സാനിറ്ററി പാഡ് യൂസ് ചെയ്യാൻ പാടില്ല എന്നല്ല, നിങ്ങൾ ഏതാണോ കംഫർട്ടബിൾ അത് യൂസ് ചെയ്യാം. മെൻസ്ട്രൽ കപ്പാണെങ്കിൽ അത്, അല്ലെങ്കിൽ സാനിറ്ററി പാഡ്. പക്ഷേ ഞാൻ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു മെൻസ്ട്രൽ കപ്പിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു 550 രൂപ കൊടുത്തൊരു മെൻസ്ട്രൽ കപ്പ് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8-10 വർഷം ഈ ഒരു മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഒരു ഫോൾഡിങ് മെത്തേഡാണ്. പല ഫോൾഡിങ് മെത്തേഡ് ഉണ്ടാവും. അതിൽ ഏറ്റവും തുറന്ന്
ഇതാണ് അതിൻ്റെ കുരുത്തം കെട്ട സ്വഭാവം. ഓക്കെ, ഏറ്റവും നല്ലത് ഈ ഒരു ഫോൾഡിങ് മെത്തേഡാണ് ഇൻസേർട്ട് ചെയ്യാൻ. അപ്പോൾ ഇത് ഞാൻ ഇനി കൂടുതൽ പറയേണ്ട, ഇതല്ല പറയാൻ പോകുന്നത്. സ്റ്റെറിലൈസർ, നിങ്ങൾക്കറിയാം മെൻസ്ട്രൽ കപ്പ് സ്റ്റെറിലൈസ് ചെയ്യണം, ചുമ്മാ വെള്ളം കൊണ്ട് വാഷ് ചെയ്യരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പീരിയഡ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിലും ഏറ്റവും അവസാനം എന്ന് പറയുന്നത് സൈക്കിൾ അവസാനിക്കുമ്പോഴും മെൻസ്ട്രൽ കപ്പ് എങ്ങനെ വൃത്തിയാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെറിലൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു സ്റ്റെറിലൈസറിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു സ്റ്റെറിലൈസർ ഏത് ബ്രാൻഡും ആയിക്കോട്ടെ, നിങ്ങൾ ആമസോണിൽ മെൻസ്ട്രൽ കപ്പ് സ്റ്റെറിലൈസർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏത് ബ്രാൻഡിനെയും കിട്ടും. ഇതിൽ നിങ്ങൾ ഹോട്ട് വാട്ടർ ഈ സ്റ്റെറിലൈസറിൽ ഒഴിക്കുക, എന്നിട്ട് നമ്മുടെ മെൻസ്ട്രൽ കപ്പ് ഡിപ്പ് ചെയ്ത് വെക്കുക. ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞാൽ മെൻസ്ട്രൽ കപ്പ് എടുക്കുക. അപ്പോൾ നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റെറിലൈസർ മേടിച്ച് കഴിഞ്ഞാൽ വേർത്താണ് കേട്ടോ. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് മെൻസ്ട്രൽ കപ്പ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, നല്ല സാനിറ്ററി പാഡും യൂസ് ചെയ്യുക. പക്ഷേ മനസ്സിൽ വെക്കേണ്ടത് നല്ല ബ്രാൻഡിൻ്റെ സാനിറ്ററി പാഡ് യൂസ് ചെയ്യാൻ. ഇപ്പോൾ ഒരുപാട് ബ്രാൻഡ്സ്, അടിപൊളി ബ്രാൻഡ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ലത് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു വട്ടം ഏതെങ്കിലും സാനിറ്ററി പാഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇറിറ്റേഷൻ, അലർജി, ഇച്ചിങ് ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റുക, സ്വിച്ച് ചെയ്യുക. കാരണം ആ സാനിറ്ററി പാഡ് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നാണ് അർത്ഥം. എനിക്ക് പേഴ്സണലി ഏറ്റവും യൂസ് ചെയ്തിട്ട് ഇഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ കാർമേസിയുടെ സാനിറ്ററി പാഡ് എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് ട്രൈ ചെയ്ത് നോക്കിയാവുന്നതാണ്. ഇനി എൻ്റെ ഒരു ഫേവറേറ്റ് പ്രോഡക്റ്റാണ് ഡിസ്പോസിബിൾ പീരിയഡ് പാൻറ്റീസ്. ഇത് ഞാൻ കാർമേസിയുടെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസ്പോസിബിൾ പീരിയഡ് പാൻറ്റീസ് മേടിക്കുക. ഇത് കറക്റ്റ് കാണാൻ നമ്മുടെ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്ന സ്നഗ്ഗി പാമ്പേഴ്സ് ഒക്കെ ഇല്ലേ, ആ സെയിം തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. നമ്മുടെ പീരിയഡ്സിന് ഓവർഫ്ലോ, ഹെവി ഫ്ലോ ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും ആദ്യത്തെ 2 ദിവസം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് രാത്രികളിൽ എന്താ പറയുക, നല്ല ലീക്കൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. എനിക്ക് മിക്കപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ് രാവിലെ എഴുന്നേറ്റ് പോകുമ്പോൾ ബെഡ്ഷീറ്റിൽ അവിടെ ഇവിടെ ഒക്കെ സ്റ്റെയിൻ വരുന്നത്. അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് കമന്ന് കിടക്കാൻ പേടി, ഇങ്ങോട്ട് മലർന്ന് കിടക്കാൻ പേടി, അങ്ങനെയൊക്കെ ഉള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് ഏറ്റവും നല്ലതാണ് ഈ ഡിസ്പോസിബിൾ പീരിയഡ് പാൻറ്റീസ്. ഇത് രാത്രി നമുക്ക് ഇടാം. ഇത് സാധാരണ കുട്ടികൾക്ക് സ്നഗ്ഗിട്ട് കൊടുക്കുന്ന പോലെ ഇടുന്നതാണ്. ഇതിട്ട് കഴിഞ്ഞാൽ പിന്നെ പാൻറ്റീസോ പാൻറ്റോ ഒന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. സുഖമായിട്ട് ഇത് മാത്രം ഇട്ട് കിടന്നുറങ്ങാം. യാതൊരു തരത്തിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. നെക്സ്റ്റ് ഡേ മോർണിംഗ് നമുക്കിത് ഡിസ്പോസ് ചെയ്യാന്ന് വെച്ചാൽ കളയാം. അങ്ങനെയുള്ളതാണ് ഈ ഡിസ്പോസിബിൾ പീരിയഡ് പാൻറ്റീസ് എന്ന് പറയുന്നത്. ഒരു അലർജി ഇല്ല, ഇറിറ്റേഷൻ ഇല്ല, ഒന്നുമില്ല. ഇട്ട് തന്നെ നമുക്ക് തോന്നിക്കത്തില്ല, അത്രയും കംഫർട്ടബിളാണ്. നമുക്ക് അങ്ങനെ ഒട്ടൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും തോന്നിക്കില്ല. ഇത് നല്ലൊരു വർത്ത് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഇനി മസ്റ്റ് ഹാവ് പ്രോഡക്റ്റ് എന്ന് പറയുന്നതാണ് അടുത്തതെന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് മെൻസ്ട്രൽ കപ്പും ഇഷ്ടമല്ല, സാനിറ്ററി പാഡും ഇഷ്ടമല്ല, ടാംപോൺസും ഇഷ്ടമല്ല, അങ്ങനെയുള്ളവർക്കുള്ളതാണ് ഈ റീയൂസബിൾ പീരിയഡ് പാൻറ്റീസ് എന്ന് പറയുന്നത്. റീയൂസബിൾ പീരിയഡ് പാൻറ്റീസ് എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഹോൾഡെക്സ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെയാണ്. നിങ്ങൾക്ക് എൻ്റെ കയ്യിലുള്ളത് ഹോൾഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് നല്ല ബ്രാൻഡാണ്. അതല്ലാന്നുണ്ടെങ്കിൽ വേറെ മേടിക്കുക. ഇത് നമ്മൾ ആദ്യം കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാലും ഇത് 2 വർഷത്തോളം ഈ ഒരു പീരിയഡ് പാൻറ്റി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 2 ഇയേഴ്സോളം ഇത് യൂസ് ചെയ്യാൻ പറ്റും. എന്ന് പറയുന്നത് നിങ്ങൾക്ക് പീരിയഡ്സ് ആയി കഴിഞ്ഞാൽ ഈ പാൻറ്റീസ് ഇടുക. സാധാരണ നമ്മൾ ഷഡ്ഡി ഇടത്തില്ലേ, അതുപോലെ ഇടുക. വേറെ പാഡും മെൻസ്ട്രൽ കപ്പും ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. പാൻറ്റി ലൈനേഴ്സോ ഒന്നും വേണ്ട ആവശ്യമില്ല. കാരണം ഇത് 2 പാഡ് നമ്മളെ ബ്ലഡിൽ അബ്സോർബ് ചെയ്യണതിന് തുല്യമാണ് ഈ ഒരു പാൻറ്റി എന്ന് പറയുന്നത്. എന്നാൽ കട്ടിയോ കാര്യങ്ങളൊന്നുമില്ല. ഇതിട്ട് കഴിഞ്ഞാൽ ഒരു 8 അവേഴ്സോളം അങ്ങനെ നിൽക്കും. അപ്പോൾ ഇതിൻ്റെ 2 ഇപ്പോൾ ജോഡി ഇതേപോലത്തെ റീയൂസബിൾ പീരിയഡ് പാൻറ്റി മേടിച്ച് കഴിഞ്ഞാൽ 8 അവേഴ്സ് കഴിഞ്ഞാൽ ഇത് ചേഞ്ച് ചെയ്തിട്ട് വേറെ പാൻറ്റി ഇട്ടാൽ മതി. എന്നിട്ട് ഇത് ജസ്റ്റ് സാധാ നമ്മൾ വാഷ് ചെയ്തില്ലേ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഏതാണോ വാഷിംഗ് പൗഡറും ഡെറ്റോളും വെച്ചിട്ട് നന്നായിട്ട് കഴുകുക. ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂസ് ചെയ്യുക. അങ്ങനെ 8 മണിക്കൂർ കൂടുമ്പോൾ മാറ്റിയാൽ മതി. ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആട്ടോ. നമുക്ക് ഈ ബാക്കി മെൻസ്ട്രൽ കപ്പ് ഇതൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഏറ്റവും നല്ലതാണ് ഈ റീയൂസബിൾ പീരിയഡ് പാൻറ്റി എന്ന് പറയുന്നത്. ഇതിനും റാഷസോ അലർജിയോ ഇച്ചിങ്ങോ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇതിൽ വരില്ല. അടുത്തത് പാൻറ്റി ലൈനേഴ്സാണ്. പാൻറ്റി ലൈനേഴ്സ് എന്ന് പറയുന്നത് ഈ പാഡിൻ്റെ ഒരു കുഞ്ഞ് പോലെ ഇരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പാൻറ്റി ലൈനേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ചിലവർക്ക് വൈറ്റ് ഡിസ്ചാർജ് ഭയങ്കരമായിട്ട് കൂടുതൽ ഉണ്ടായിരിക്കും, വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് പാൻറ്റീസിലാകുമ്പോൾ ഈ മോയ്സ്ചർ അവിടെ നിൽക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ ചിലവർക്ക് സ്മെല്ല് വരും, അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഈ പാൻറ്റി ലൈനേഴ്സ് യൂസ് ചെയ്യുന്നത് അടിപൊളിയായിരിക്കും. അതുമാത്രമല്ല നമുക്ക് പീരിയഡ്സിൻ്റെ ഡേറ്റ് ചിലപ്പോൾ ഇന്നാവും നാളാവും എന്നൊരു ഇതുണ്ടായിരിക്കില്ലേ, ആ സമയത്തും ഈ പാൻറ്റി ലൈനേഴ്സ് യൂസ് ചെയ്യാം. ഈ പാഡ് നമുക്ക് വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ പാൻറ്റി ലൈനേഴ്സ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ പീരിയഡ്സിൻ്റെ ഏറ്റവും അവസാനം ബ്ലീഡിംഗ് ഒക്കെ നിന്ന് എന്നാലും ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള നിലക്കും ഈ പാൻറ്റി ലൈനേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതും നമ്മുടെ എന്താ പറയുക ഒരു ലിസ്റ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും.
എൻ്റെ ബാഗിൽ എപ്പോഴും ഞാൻ കൊണ്ട് നടക്കുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട്, അതാണ് ടോയ്ലറ്റ് സീറ്റ് സാനിറ്റൈസർ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, എനിക്ക് വീട്ടിലിരിക്കുമ്പോൾ ഒന്നും മൂത്രമൊഴിക്കാൻ മുട്ടൂല കേട്ടോ. വീട്ടിലിരിക്കുമ്പോൾ ഒന്നും ടോയ്ലറ്റിൽ പോകണ്ട, പക്ഷെ ഒന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് അപ്പം മൂത്രമൊഴിക്കാൻ മുട്ടും. ഇതെനിക്ക് ചെറുപ്പം തൊട്ടുള്ള അസുഖമാണ്. ഇത് എത്ര പേർക്കുണ്ടെന്ന് അറിയത്തില്ല. അങ്ങനെയുള്ളവർക്ക് ഏറ്റവും നല്ലതാണ് ഈ പബ്ലിക് ടോയ്ലറ്റ്സിൻ്റെ വൃത്തി. ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, നമ്മളൊന്ന് പോയി കഴിഞ്ഞാൽ പെട്രോൾ പമ്പ് ആയിക്കോട്ടെ, ഇനി സ്റ്റാൻഡിൽ ബസ് സ്റ്റാൻഡിൽ പോയി അവിടുത്തെ ടോയ്ലറ്റ് ആയിക്കോട്ടെ, നമുക്ക് ഇരിക്കാനേ തോന്നത്തില്ല. അങ്ങനത്തെ ഒക്കെ ഒരു ഒക്കേഷൻസിൽ അങ്ങനത്തെ കുറച്ചൊരു വൃത്തിപ്രാന്തി ഉള്ളവരാണെങ്കിൽ ഈ ടോയ്ലറ്റ് സീറ്റ് സാനിറ്റൈസർ മേടിച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. ഇത് എപ്പോഴും നമ്മൾ ഹാൻഡ് ബാഗിൽ കൊണ്ട് നടക്കാം. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യണേക്കാൾ മുമ്പ് ജസ്റ്റ് ഒന്ന് സ്പ്രേ അടിച്ചു കൊടുക്കുക ക്ലോസറ്റ് സീറ്റിൽ, എന്നിട്ട് നമുക്ക് ഇരിക്കാം. അത് കഴിഞ്ഞാൽ നമ്മൾ എഴുന്നേറ്റ് പോകുമ്പോഴും ഇതേപോലെ സ്പ്രേ ഒന്ന് സീറ്റിൽ അടിച്ചു കൊടുക്കുക. അപ്പോൾ വേറെ ആൾ വരുമ്പോഴും അവരൊന്ന് വൃത്തിയിലിരുന്നോട്ടെ, അങ്ങനെ വിചാരിക്കുക. അപ്പോൾ ഇത് ഇഷ്ടം പോലെ ബ്രാൻഡ്സ് ആമസോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ ടോയ്ലറ്റ് സീറ്റ് സാനിറ്റൈസർ മേടിച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. കാരണം നിങ്ങൾക്ക് അലർജി ഇൻഫെക്ഷൻസ്, വേറെ കോണ്ടാക്ട് കാരണം അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നും വരത്തില്ല. അലർജിയോ റാഷസോ ഒന്നും വരത്തില്ല. ഇതും നിങ്ങളുടെ ഒരു മസ്റ്റ് ഹാവ് പ്രോഡക്റ്റിൽ വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി പറയാൻ പോണത്, നിങ്ങൾക്ക് എങ്ങനൊക്കെ വന്നാലും ഈ എന്താ പറയുക, ഇരുന്ന് മൂത്രമൊഴിക്കാൻ പറ്റൂല. ഇപ്പോൾ പബ്ലിക് ടോയ്ലറ്റ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നിവർത്തികേടുകൊണ്ട് വല്ല പെട്രോൾ പമ്പിൽ കയറിയിട്ട് ഒരു ക്ലോസറ്റിലിരിക്കേണ്ട അവസ്ഥയോ, അല്ലെങ്കിൽ മോളിൽ പോയിട്ട് ക്ലോസറ്റിലിരിക്കേണ്ട അവസ്ഥയോ, പിന്നെ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ആക്കേണ്ട അവസ്ഥ, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലോസറ്റ് സീറ്റിൽ എന്തൊക്കെ വന്നാലും ഇരിക്കാൻ പറ്റില്ല, അത്രയും വൃത്തികേടാണ് എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഉള്ളവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് സ്റ്റാൻഡിൻ പി എന്ന് പറഞ്ഞിട്ട്. ഇത് റോക്കറ്റ് ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഈ സംഭവം നമുക്ക് ആമ്പിള്ളേരൊക്കെ മൂത്രമൊഴിക്കത്തില്ലേ, അതേപോലെ നിന്നുകൊണ്ട് തന്നെ ഇത് ആക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയും മൂത്രമൊഴിക്കാൻ പറ്റും. നമുക്ക് എവിടെ ഇരിക്കേണ്ടയും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഇതൊരു നല്ല മുതൽക്കൂട്ടാണ് ഈ സ്റ്റാൻഡിൻ പി. ഇത് ഏതെങ്കിലും ബ്രാൻഡിൻ്റെ മേടിച്ചാൽ മതി. ഇത് അടിപൊളി ഒരു സാധനം കേട്ടോ. നിങ്ങൾക്ക് ഇതേപോലെ യാത്ര ഒക്കെ ചെയ്യുമ്പോൾ ഇത് വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് പറ്റിയില്ല, വഴിയിലൊരു മൂത്രമൊഴിക്കേണ്ട ഒക്കെ ഒരു അവസ്ഥ വരെ നമുക്ക് എന്ത് പറ്റും, നമുക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ അവിടെ ഒരു ഹോട്ടലും ഇല്ല, ഒന്നുമില്ല, ആളൊഴിഞ്ഞൊരു സ്ഥലമാണെങ്കിൽ അങ്ങനെയല്ലേ നിന്നേ പറ്റും. അപ്പോൾ ഇരുന്നൊക്കെ മൂത്രമൊഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ ആമ്പിള്ളേരൊക്കെ മൂത്രമൊഴിക്കണ പോലെ നിന്നിട്ട് നമുക്ക് ആക്കാനാണ് സ്റ്റാൻഡിൻ പി എന്ന് പറയുന്നത്. ഇതും നല്ല നമുക്കൊരു മുതൽക്കൂട്ട് പോലെ എടുത്തു വെക്കാവുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇനി അടുത്തത് ടോയ്ലറ്റ് സീറ്റ് കവറാണ്. ഇത് ഡിസ്പോസിബിൾ ആണ്. ഇപ്പം നിങ്ങൾ ടോയ്ലറ്റിൽ ഇതേപോലെ പബ്ലിക് ടോയ്ലറ്റ്സ് ഒക്കെ പോയി കഴിഞ്ഞാൽ ഇതേപോലെ ഡിസ്പോസിബിൾ സീറ്റ് കവർ ഇട്ടും നിങ്ങൾ ഇരിക്കണേക്കാൾ മുമ്പ് അവിടെ വെക്കുക, എന്നിട്ട് മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ അത് കൊണ്ട് കളയാം. ഇത് അത്ര മസ്റ്റ് ഹാവ് പ്രോഡക്റ്റ് എന്നൊന്നും പറയില്ല. ഇതൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ടോയ്ലറ്റ് സീറ്റ് കവറും കൂടി ഉണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഒരു മസ്റ്റ് ഹാവ് പ്രോഡക്ട്സ്. ഇതും അല്ലാണ്ട് ഒത്തിരി ഉണ്ട്, പക്ഷേ ഇതൊക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. വേറെ കുറേ ഹൈജീൻ പ്രോഡക്ട്സും അതിലൊന്നും ഇൻക്ലൂഡ് ചെയ്യാത്ത കുറച്ച് സാധനങ്ങളാണ് ഞാൻ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആക്കിയിരിക്കുന്നത്. ഇതേപോലെ നിങ്ങൾക്ക് പീരിയഡ് ഹൈജീൻ ടിപ്സും അതേപോലെ ഹൈജീൻ പ്രോഡക്ട്സും മസ്റ്റ് ഹാവ് പ്രോഡക്ട്സും ആമസോൺ ഫൈൻസും ഇങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയട്ടെ. ഞാൻ നമ്മുടെ അടുത്ത വീഡിയോയിലൊക്കെ ഇങ്ങനെ ഉൾപ്പെടിപ്പിക്കാം. ഇങ്ങനത്തെ കുറച്ച് നല്ല നല്ല സാധനങ്ങൾ, ഹൈജീൻ പ്രോഡക്ട്സ് മാത്രമല്ല വേറെയും നിങ്ങൾക്ക് ആമസോൺ ഫൈൻസിൽ ഇന്നത് ഞാൻ ട്രൈ ചെയ്ത് നോക്കണം അല്ലെങ്കിൽ ഇന്ന വീഡിയോസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.